മാധു, ഈ ഘട്ടത്തിൽ നമുക്ക് നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളിലേക്ക് തന്നെ വരികയാണെങ്കിൽ എന്തായാലും ഈ ഒരു CI വിനോദിനെതിരെ പരാതി വന്നു എന്ന് ഇവരുടെ രണ്ടുപേരുടെയും പ്രതികരണത്തിൽ വ്യക്തമാണ്. അത് എന്തായാലും സ്ഥിരീകരിച്ചിട്ടുണ്ട്. CIക്കെതിരെ പരാതി നൽകിയാണ് ഈ വീട്ടമ്മയുടെ തുടക്കത്തിൽ മുതലുള്ള ആരോപണങ്ങൾ എന്ന് പറയുന്നത്. CIക്കെതിരെയുള്ള പരാതി നൽകാനായാണ് ബെന്നിയെ സമീപിച്ചത്. താനൂർ DSP VV ബെന്നിയെ സമീപിക്കുന്നത്. അത് ബെന്നിക്കെതിരെ അവിടെ വെച്ചൊരു ദുരനുഭവം ഉണ്ടായി. അത് ബെന്നി കടന്നു പിടിക്കാൻ ശ്രമിച്ചു എന്ന പരാതി ഉന്നയിച്ചു. അതിൽ നിന്നാണ് ഈ SP സുജിത് ദാസിനെ സമീപിക്കുന്നത്. അപ്പോൾ ഈ എല്ലാം ആരോപണങ്ങൾ, ഈ എല്ലാ പരാതി ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ എന്തായാലും ഈ വീട്ടമ്മ പുറത്ത് ഈ അൻവറിൻ്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ പ്രതികരിക്കാൻ തയ്യാറായിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ എന്തായാലും അന്വേഷണത്തിന് വിധേയമാകേണ്ട കാര്യം തന്നെയാണ്. മാധു പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്തരത്തിൽ ഫോൺ സംഭാഷണം ഉൾപ്പെടെയുള്ള രേഖകൾ, അവിടെ ശബ്ദരേഖ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് തന്നെയുള്ള ഒരു വിശദമായ അന്വേഷണത്തിന് തയ്യാറാണോ? അതിനുള്ള പരാതി എന്തായാലും നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. മുഖ്യമന്ത്രിയെ പരാതിയുമായി സമീപിക്കും. PV അൻവർ MLA കണ്ടിരുന്നു, ഈ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു, അൻവർ ഈ കാര്യങ്ങൾ കേട്ടിരുന്നു എന്നുള്ള കാര്യം എന്തായാലും പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ ഈ പരാതിന്മേലുള്ളത് അന്വേഷണത്തിലൂടെ തന്നെ തെളിയട്ടെ എന്നുള്ള കാര്യമാണ് എന്തായാലും നമുക്ക് പറയാനുള്ളത്. ഇവരുടെ പ്രതികരണത്തിൽ എന്തായാലും ഈ CIക്കെതിരെയുള്ള പരാതി വന്നു എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. ബെന്നി ആ പരാതി കളവാണെന്ന് ഉള്ള കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. ആ പരാതി കളവാണതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പ്രതികാര നടപടി എന്നോണമൊക്കെ എന്തായാലും DYSP എന്തായാലും പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ഈ പരാതി എന്തായാലും അന്വേഷണത്തിന് പൂർണ്ണമായും വിധേയമാകേണ്ട കാര്യമാണ്. ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് എന്തായാലും പുറത്തു വന്നിരിക്കുന്നത്. അതായത് SP-യും DYSP-യും പോലീസ് സേനയിലെ പ്രമുഖരായ പോലീസ് സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥർ എന്തായാലും ഇവരെ ബലാത്സംഗത്തിന് ഇരയാക്കി എന്ന ഗുരുതരമായ ആരോപണം ഈ മണിക്കൂറിൽ പുറത്തു വരുമ്പോൾ അത് അന്വേഷണത്തിന് വിധേയമാകണം എന്നുള്ളത് തന്നെയാണ്. മാധു.